മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ ഹബീബിക വറസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب وللشراح والقراء وجميع المصنفين وجميع المؤمنين والمؤمنات. اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. ربي يسر ولا تعسر، رب تمم بالخير. بسم الله الرحمن الرحيم. وإذا كان هذا سر الصوم عند أرباب الألباب وأصحاب القلوب، فأي جدوى لتأخير أكلة وجمع أكلتين عند العشاء مع الانهماك بالشهوات الأخرى طول النهار. വലിയൊരു ലക്ഷ്യമാണ്, അങ്ങേയറ്റം മഹോന്നതമായ ഉന്നതമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് നോമ്പ് എന്ന് പറയുന്ന അമലിലൂടെ അത് നിർവഹിക്കുന്ന ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. അള്ളാഹു അവനിൽ നിന്ന് അങ്ങനെയാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അസ്ഫല സാഫിലീൻ എന്ന ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിൽ നിന്ന് മൃഗങ്ങളുടെ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഉന്നതമായ ഒരു പദവിയിലേക്ക്, അതായത് മലക്കൂത്തിയായ പദവിയിലേക്ക് എത്തിക്കുക എന്നതാണ്. മലക്കൂത്തിയായ പദവി എന്ന് പറയുമ്പോൾ മലക്കുകൾ, ഷഹവാത്തുകൾ എന്ന് പറയുന്ന ഒന്ന് അവർക്കില്ല. ഷഹവാത്തുകളെ ഇല്ലാത്തവർ, ഷഹവാത്ത് അവരിൽ സൃഷ്ടിപരമായി തന്നെ ഇല്ല. അതായത് ദുരാഗ്രഹങ്ങളും പൂതികളും അവർക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷഹവത്തുകളില്ലാതെ, ദുരാഗ്രഹങ്ങളും പൂതികളും ഇല്ലാതെ ഉള്ള സൃഷ്ടികൾ എന്ന നിലക്ക് മലക്കുകൾ അള്ളാഹുവുമായിട്ട് വളരെ അടുത്തവരാണ്. ആ മലക്കുകളുടെ പദവിയിലേക്ക് ഷഹവത്തുകളെ നിയന്ത്രിച്ചുകൊണ്ട്, മലക്കുകൾക്ക് ഷഹവത്തില്ല, പക്ഷേ ഷഹവത്തുള്ള ബത്തുനിന്റെയും ഫർജിന്റെയും ഷഹവത്തുകൾ പലപ്പോഴും കീഴ്പ്പെടുത്തുകയും അതിന് വിധേയപ്പെട്ട് അവസാനം മൃഗതുല്യനായി മാറുകയും ചെയ്യുന്ന മനുഷ്യാവസ്ഥയിൽ നിന്ന്, മനുഷ്യന്റെ അധപ്പതനത്തിൽ നിന്ന്, ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ നിന്ന് അഖ്ലും നൂറുൽ അഖ്ല് കൊണ്ട് മാത്രം, അഖ്ലിൻ്റെതായ ആ ഒരു തിരിച്ചറിവിൽ നിന്ന്, ആ ഒരു വെളിച്ചത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മലക്കൂത്തിയായ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്നതോടുകൂടെ അവന് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കും എന്നതാണ്. മലക്കുകൾ അള്ളാഹുവായിട്ട് അടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ മലക്കുകളോട് അടുക്കുക വഴി അടുത്തവരോട് അടുക്കുക, അങ്ങനെ അള്ളാഹുവായിട്ട് അടുക്കുക എന്ന ഒരു നിലയിൽ നോമ്പ് എന്ന് പറയുന്ന മഹത്തായ അമലിലൂടെ അള്ളാഹുവുമായിട്ട് അടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഉന്നതമായ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ നോമ്പിന്റെ പിന്നിലുണ്ട്. ഈ ലക്ഷ്യം അന്വേഷിക്കുന്ന, ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് ഗീബത്തും നമീമത്തും കസിബും, അതുപോലെ തന്നെ കസ്റത്തു ത്വആമും കസ്റത്തു നൗമും, അഥവാ ഏഷണിയും പരദൂഷണവും അമിതമായ ഭക്ഷണവും അമിതമായ ഉറക്കവും ഒക്കെയായി ഉന്തി തള്ളിക്കൊണ്ടിരിക്കുന്ന പകൽ സമയത്തുള്ള ഈ കേവല വ്രതം, ആ വ്രതത്തിലൂടെ ഈ പറയപ്പെട്ട ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കാതെ വരും. അതുകൊണ്ട്
നോമ്പ് എന്ന് പറയുന്ന മഹത്തായ അമൽ വലിയൊരു മുജാഹദയാണ്. അസ്ഫല സാഫിലീൻ, ഏറ്റവും താഴ്ന്നവരിൽ താഴ്ന്നവരാകുക എന്നൊരവസ്ഥയിൽ നിന്ന് കയറി 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 ഏറ്റവും ഇല്ലിയീൻ, ഉന്നതന്മാരുടെ പദവിയിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയ സ്ഥാനം ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ മനസ്സുകൊണ്ട് അവൻ എപ്പോഴും സ്വപ്നം കണ്ട് മനസ്സിൽ ആഗ്രഹിച്ച് പടിപടിയായിട്ട് അവൻ എത്തിപ്പിടിക്കേണ്ട ആ സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം നോമ്പിലൂടെ കൈവരിക്കാൻ സാധിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരാലോചനയിൽ നമ്മുടെ നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേവല കർമ്മശാസ്ത്രപരമായ വിധികളിലും വിലക്കുകളിലും നിയമങ്ങളിലും മാത്രം ഇങ്ങനെ തങ്ങി നിൽക്കരുത്. അത് അതിൽ നിന്ന് ആത്മജ്ഞാനികളുടെ ഉപദേശത്തിലേക്ക് എത്തണം. ആത്മജ്ഞാനികളുടെ ഉപദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ണിന്, കാതിന്, നാവിന്, അതേപോലെ വയറിന്, ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്ക് പൂർണ്ണമായിട്ടും ലോക്കിട്ടുകൊണ്ടുള്ള മുജാഹദ എന്ന് പറയുന്ന, ശരീരത്തെ കൃത്യമായിട്ട് സമരത്തിന് കീഴ്പ്പെടുത്തുക, സമരത്തിന് പാകപ്പെടുത്തുക, അങ്ങനെ കഠിനമായ സമരത്തിലൂടെ യഥാർത്ഥത്തിൽ ദേഹേച്ഛയെ തോൽപ്പിക്കുകയും മനസ്സിന്റെ സൗന്ദര്യത്തെ, ആത്മീയമായ സൗന്ദര്യത്തെ വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നോമ്പിനെ കൊണ്ടുവരിക എന്നതാണല്ലോ. അത് വൈദാകാന ഹാദാ സിർറു സൗമി, ഇതാണ് നോമ്പിന്റെ ആന്തരിക താല്പര്യമെങ്കിൽ ഇന്ദ അർബാബിൽ അൽബാബി വ അസ്ഹാബിൽ ഖുലൂബി, ആത്മജ്ഞാനികളുടെ ആ ഒരു പക്ഷമനുസരിച്ച് യഥാർത്ഥത്തിൽ കൽബിന്റെ അവസ്ഥകളും മറ്റും ആന്തരികമായ അതിന്റെ ചൈതന്യമൊക്കെ വീണ്ടെടുക്കാൻ കഴിവുള്ള, അതിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ നോമ്പിന് നിർദ്ദേശിച്ചിട്ടുള്ള സിർറ്, രഹസ്യം, അതിന്റെ ആന്തരിക സൗന്ദര്യം ഇതാണ് എന്ന് നീ മനസ്സിലാക്കുമ്പോൾ ഫഅയ്യു ജദ്വ, എന്ത് പ്രയോജനമാണുള്ളത് ലിതഖീരി അഖിലത്തിൻ വജംഇ അഖിലത്തൈനി ഇൻദൽ ഇശാഇ, ഒരു നേരത്തെ ഭക്ഷണത്തെ പിന്തിക്കുക എന്നിട്ട് 2 നേരത്തെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുകയും ചെയ്യുക. ഇൻദൽ ഇശാഇ, അതായത് പകൽ കഴിക്കേണ്ട ഭക്ഷണം തൽക്കാലം രാത്രിയിലേക്ക് പിന്തിച്ച് രാത്രിയും പകലിലും കൂടി കഴിക്കേണ്ട ഭക്ഷണം ഒന്നിച്ച് കഴിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ തീറ്റ രീതിയിൽ നോമ്പിനെന്ത് ഫലമാണുള്ളത്? തന്നെയുമല്ല, മാലിൻഹിമാക്കി ഷഹവാത്തിൽ ലുഹർ, മറ്റ് ദുരാഗ്രഹങ്ങളും പൂതികളും അവനെ വരിഞ്ഞു മുറിക്കുകയും അതിൽ അവൻ അടയിരിക്കുകയും ചെയ്യുമ്പോൾ തൂലന്നഹാർ, പകൽ മുഴുക്കെ. പിന്നെ എന്താണ് ആ നോമ്പിന് അർത്ഥമുള്ളത്? ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ ഉറങ്ങുക, സംസാരിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ സംസാരിച്ചിരിക്കുക, എന്തെങ്കിലും കേൾക്കണം, എന്തെങ്കിലും കാണണം എന്ന് തോന്നുമ്പോൾ കാണുക, കേൾക്കുക. ഈ പറയുന്ന ശരീരത്തിന്റെ പൂതികൾ, ദേഹേച്ഛകൾ, അത് അതിന്റെ പാട്ടിന് വിടുകയാണ് പകൽ സമയം മുഴുവൻ. അതെന്റെ വഴിക്കങ്ങനെ വിടുകയാണ്. ആകണ്ട എന്താന്ന് ചോദിച്ചാല് സുബഹി മുതൽ മഗ്‌രിബ് വരെയുള്ള തീറ്റ തൽക്കാലം രാത്രിയിലേക്ക് പിന്തിച്ച് പിന്നെ രാത്രി ഒന്നിച്ച് തിന്നു തീർക്കുക എന്നതാണ്. ഇതാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നോമ്പിന് യാതൊരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫലവുക്കാനലി മിസ്ലിഹി, ഈ തരത്തിലുള്ള നോമ്പിനൊക്കെ ജദ്വ വല്ല ഫലമുണ്ട് എന്നാണ് നീ പറയുന്നത് എങ്കിൽ എന്നാ പിന്നെ നോക്കൂ, അയ്യു മഅനാലി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിന് നീ മഅന കണ്ടെത്തേണ്ടി വരും. എന്താ വാക്ക്? കം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സൗമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷു. ചില നോമ്പുകാർ, എത്രയോ നോമ്പുകാർ, ലൈസ ലഹു, അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല, മിൻ സൗമിഹി, നോമ്പിൽ നിന്ന്, ഇല്ലൽ ജൂഉ വൽ അത്ഷു, കുറഞ്ഞ സമയത്തേക്കുള്ള വിശപ്പും ദാഹവും അല്ലാതെ അവർക്കൊന്നും യഥാർത്ഥത്തിൽ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോ വിശപ്പും ദാഹവും കുറച്ച് സമയത്തേക്ക് യഥാർത്ഥത്തിൽ സഹിച്ചുകൊണ്ട് ഒരു ബാഹ്യമായ നോമ്പ്, യഥാർത്ഥത്തിൽ ബാഹ്യമായ നോമ്പ്, അങ്ങനെയുള്ള നോമ്പ്, അതിന്റെ ബാക്കി എന്താന്ന് ചോദിച്ചാൽ കുറച്ച് സമയം വിശപ്പും ദാഹവും സഹിച്ചു എന്നതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ
പിന്നെ ചില ചിട്ടവട്ടങ്ങൾ താൽക്കാലികമായി നമ്മൾ പാലിച്ചു കൊണ്ടുള്ള ചിട്ടവട്ടങ്ങളുമായിട്ടുള്ള, അതായത് അതിന്റെ ആന്തരികമായ ഉണർവ് ഉൾക്കൊള്ളാതെയുള്ള നോമ്പിന് എന്ത് ഫലമാണ് ഉണ്ടാകുക? വലിഹാദ ഖാല അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഹബ്ബദാ നൗമുൽ അഖിയാസി വഫിത്റുഹും കൈഫല, കേട്ടോ, യഈബൂന സൗമൽ ഹംഖ വസഹറഹും എന്നാണ്. അതായത് യാ ഹബ്ബദ നൗമുൽ അഖിയാസ്, ബുദ്ധിമാന്മാരുടെ ഉറക്കം, വഫിത്റുഹും അവരുടെ നോമ്പില്ലാത്ത അവസ്ഥയും. അതായത് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉണർവുള്ള ആളുകൾ, അവർ ഉറങ്ങുകയാണ്, അവർക്ക് നോമ്പില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ യഗ്ലിബൂന എന്നാണ്, സൗമൽ ഹംഖ വസഹറഹും. അതായത് ഈ ആത്മീയമായ ഉണർവില്ലാത്ത ആളുകളുടെ നോമ്പിന്റെയും അവരുടെ ഉറക്കമൊഴിച്ചുള്ള രാത്രിയുടെ ഇബാദത്തിന്റെയും മേലെയാണ് യഥാർത്ഥത്തിൽ മഹാന്മാരായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകളുടെ ഉറക്കവും അതേപോലെ അവരുടെ നോമ്പില്ലാത്ത അവസ്ഥയും എന്നതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവത്തിൽ കാണാം, മഹാനവറുകളുടെ ആത്മജ്ഞാനികൾ, വലിയ ആത്മജ്ഞാനിയായ പണ്ഡിതനാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ആത്മീയമായ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മുരീദുമാരിൽപ്പെട്ട ഒരാള് വഫാത്തായി. അവരുടെ ഖബറടക്ക ചടങ്ങിൽ ഇങ്ങനെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവും അതേപോലെ അവിടുത്തെ ആത്മജ്ഞാനത്തിന്റെ വഴിയിലുള്ള ശിഷ്യന്മാരും ഒത്തുകൂടിയിട്ടുള്ള ഒരു സദസ്സാണ്, ഒരു അവസരമാണ് അവിടെ ഖബറടക്ക ചടങ്ങ്. അപ്പൊ അവിടെ വെച്ച് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പിന്നെ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. അപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ വഫാത്തായി, അവരുടെ ഖബറടക്ക ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് യഥാർത്ഥത്തിൽ സങ്കടപ്പെടുകയല്ലേ ചെയ്യുന്നത്? അവിടുത്തെ ഹബീബുമാരിൽപ്പെട്ട ഒരാള്, മുരീദുമാരിൽപ്പെട്ട ഒരാള് മരിച്ചതിന്റെ സങ്കടത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങ് ചിരിക്കുന്നത് കണ്ടല്ലോ എന്ന്. അപ്പോ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര, അതായത് മരിച്ച ആള് ജീവിച്ചിരിക്കുന്ന ആൾക്ക് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു തമാശ ആണ് എനിക്ക് തോന്നിയത്, അനുഭവപ്പെട്ടത് എന്നതാണ്. നോക്കൂ നിങ്ങൾ, എത്ര വീര്യമുള്ള ഒരു വാക്കാണത്. മരിച്ച ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്ക് മരിച്ച ആള് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ആത്മജ്ഞാനത്തിന്റെ വഴിയിൽ ജീവിച്ച ഒരാള് മരിച്ചപ്പോഴും അവരുടെ ഹൃദയത്തിന്റെ ആ സംശുദ്ധിയും അതിന്റെ സ്ഫുടതയും കാരണം അവർ ജീവിച്ചിരിക്കുന്നതിന്റെ തുല്യാണ്. അതേ സ്ഥാനത്ത് ബാഹ്യമായ ഉടലുകൾ, അതിന് ചലനുണ്ട്, അതിന്റെ ചലനം മറ്റിട്ടില്ല, അതിന് അനക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആത്മീയമായ യാതൊരു തരത്തിലുള്ള ഉണർവും ഇല്ലാത്ത ആള് ആത്മീയമായി മരിച്ചവരുടെ പട്ടികയിലാണല്ലോ. അപ്പൊ ആത്മീയമായി മരിച്ചവരുടെ പട്ടികയിൽപ്പെട്ട ഒരാൾ, അവനെ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവരെ മരിച്ചതിനോട് തുല്യാക്കുകയാണ്, മറ്റേ ആള് ഉണർന്നിരിക്കുന്ന ആളോടും തുല്യാക്കുകയാണ്. ഇതാണ് യാ ഹബ്ബദ നൗമുൽ അഖിയാസി വഫിത്റുഹും കൈഫല യഗ്ലിബൂന സൗമൽ ഹംഖ വസഹറഹും എന്ന് പറഞ്ഞത്. അതായത് പിന്നെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ, അതായത് ബുദ്ധിമാന്മാരായ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനികളായ ആത്മീയമായ ഉണർവുള്ള ആളുകൾ, അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും, അവര് നോമ്പില്ലാത്ത അവസ്ഥയിൽ ആണെങ്കിൽ പോലും, നോമ്പില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ റമദാന് നോമ്പില്ലാത്തന്നല്ല, റമദാന് നോമ്പുണ്ടാവുമല്ലോ, നോമ്പില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ആത്മീയമായ ഉണർവില്ലാത്ത ആളുകൾ, അവരെ മൂഢന്മാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആത്മീയമായ ഒരു ഉന്നതിയും അവർ കൈവരിച്ചിട്ടില്ല. ഹൃദയത്തെ, ആത്മാവിന്റെ സൗന്ദര്യത്തെയും അതിന്റെ കാമ്പിനെയും അവർക്ക് യഥാർത്ഥത്തിൽ ജ്വലിപ്പിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ
നോമ്പെടുത്താലും അവർ രാത്രി ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്താലും മറ്റുള്ളവരുടെ ഫിത്തുറിന്റെയോ അല്ലെങ്കിൽ നോമിന്റെയോ അവിടേക്ക് എത്തുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സിറ് കണ്ടെത്തുക, എന്നിട്ട് ആത്മീയമായ സൗന്ദര്യം കണ്ടെത്തിയിട്ട് നോമ്പെടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റ് അമലുകൾ നിർവഹിക്കുമ്പോഴാണ് അതിന്റെ കാമ്പ്, അതിന്റെ അകക്കാമ്പ് നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്. വലദറത്തും മിൻ ദീ യഖീനിൻ വതഖ്വാ അഫ്ളലു വഅർജഹു മിൻ അംസാലിൽ ജിബാലി ഇബാദത്തൻ മിനൽ മുഖ്തരീൻ. ഭൗതികമായ സുഖാഡംബരങ്ങളിൽപ്പെട്ട് ആറാടിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ ഔന്നിത്യം കൈവരിച്ചിട്ടില്ലാത്ത ആളുകൾ, അവര് പർവ്വതത്തിന്റെ അളവനുസരിച്ച് എന്ന് പറഞ്ഞാൽ വലിയ മലയോളം ഇബാദത്ത് ചെയ്താലും യഥാർത്ഥത്തിൽ ആത്മീയമായ ഉണർവ് ഹൃദയം ജ്വലിച്ചു നിൽക്കുന്ന ഒരാളിൽ നിന്ന് അവരുടെ യഖീനയോ തഖ്വയുടെയോ ഒരു ദർറത്ത്, ഒരു അണുമണി അളവ്, ഈ യഖീനും തഖ്വ എന്നൊക്കെ പറയുമ്പോൾ ഈമാനിന്റെ ഒരു സൗന്ദര്യമാണത്, ഈമാനിന്റെ ഒരു അടയാളമാണത്. ആ ഈമാനിന്റെ അടയാളം ഉണ്ടല്ലോ, ആ യഖീന് തഖ്വ, അതിന്റെ അളവിൽ അത് ഒരു ചെറിയ അളവാണ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ പർവ്വതത്തോളം മലയോളം വലിയ അമല് ചെയ്താലും അവിടേക്ക് എത്താൻ സാധിക്കുകയില്ല. അവരുടെ അമലുകൾക്ക്, അതായത് പർവ്വതത്തോളം വരുന്ന കൊട്ടക്കണക്കിന് ഇബാദത്ത് ചെയ്താലും യഖീനുള്ളവരുടെ ഒരു ദർറത്തിന്റെ ഒരു അണുമണി അളവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. മൂല്യവും വീര്യവും ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ വലുതായിരിക്കും. ചില മുളക് അത് വലിയ തടിച്ച് ഉള്ള ഒരു മുളകാണ്, കാപ്സിക്കം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു മുളകാണ്, മുളകിന്റെ കൂട്ടത്തിൽപ്പെട്ട സംഗതിയാണ്. പക്ഷെ അതിന് എരിവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ചീരമുളക് എന്ന് പറയുന്ന ഒരു സാധനം ചെറിയൊരു സാധനമാണ്. പക്ഷെ മുളക് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ വീര്യം എന്ന് പറയുന്നത് അതിന്റെ ഗുണം എന്ന് പറയുന്നത് എരിവാണ്. ആ എരിവ് എന്ന് പറയുന്ന മൂല്യവും അതിന്റെ വീര്യവും വെച്ച് നോക്കുമ്പോൾ ഈ ചീനാപ്പറങ്കി എന്ന് പറയുന്നതിനേക്കാളേറെ എത്രയോ അതിന്റെ 100 കട്ടിയും കനവും ഒന്നിച്ചുള്ള സാധനത്തിൻ്റെക്കാളേറെ യഥാർത്ഥത്തിൽ ഈ ചെറിയ സാധനത്തിന്റെ വീര്യം നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നതാണ്. അപ്പൊ വീര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറെ ചെയ്യുക എന്നതുകൊണ്ട് മാത്രം അത് വീര്യമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ കുറെ ചെയ്തത് കൊണ്ട് മാത്രം ഫലമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്നതിന് വീര്യവും അതിന്റെ മൂല്യവും ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിന്റെ എണ്ണം കൂട്ടുകയും അത് വളരെ കൂടുതലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മലക്കൂത്തിയായ ഒരു പ്രകൃതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും. വലുതാരിക കാല ബഅദുൽ കമ്മിൻ സ്വാഇമിൻ മുഫ്തിരിൻ വക്കമ്മിൻ മുഫ്തിരിൻ സ്വാഇമിൻ എന്നാണ്. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം അർത്ഥവത്തായ വാക്കാണത്. ചില നോമ്പുകാരൊക്കെ നോമ്പില്ലാത്തവരാണ്, മറ്റു ചില നോമ്പില്ലാത്ത ആളുകൾ അവർ നോമ്പുള്ളവരുമാണ്. വളരെ വ്യക്തമാണ്. നോക്കൂ, ആരാണ് ഈ നോമ്പില്ലാത്ത ആള്? നോമ്പുള്ള ആളാണെന്ന് പറഞ്ഞാൽ മുഫ്തിർ എന്ന് പറഞ്ഞാല് നോമ്പില്ലാത്ത ആള്. പക്ഷെ അവൻ സ്വാഹിമാണ് എന്ന് പറഞ്ഞാൽ ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ എന്ന് മറിയം ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഖുർആൻ പറഞ്ഞാണ്. അതായത് ആ സൗമ ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ എന്ന് പറഞ്ഞാല് തന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ, അതായത് നാവ് കൊണ്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് നാവിലേക്ക് തള്ളിക്കയറുമ്പോ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇന്നയിടത്തേക്ക് നോക്കണമെന്ന് കണ്ണിലേക്ക് നിരച്ച് കയറാൻ വേണ്ടി വരുമ്പോ അതിനൊക്കെ ശരിക്കും കണ്ണിന് തടയിടേണ്ടയിടത്ത് കണ്ണിനും കാതിന് തടയേണ്ടയിടത്ത് കാതുകൾക്കും, അതേപോലെ മറ്റ് അവയവങ്ങൾക്ക് തടയിടേണ്ടയിടത്ത് ലോക്കിടേണ്ടയിടത്ത് അതിനുമൊക്കെ ലോക്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പൊ അവർ യഥാർത്ഥത്തിൽ നോമ്പുള്ളവരാണ്. പക്ഷെ നമ്മളിപ്പോ ഈ പറഞ്ഞ പകലന്തിയോളം എന്ന് പറയുന്ന നോമ്പാവസ്ഥ അവർക്ക് ഇല്ലാത്തപ്പോഴും അവർ നോമ്പുള്ളവരാണ്. അതേ സ്ഥാനത്ത് പകലന്തിയോളം വിശപ്പും ദാഹവും സഹിച്ച് നോമ്പെടുക്കുന്ന എത്രയോ ആളുകൾ ഈ പറഞ്ഞ ലോക്ക് ഒന്നും ഇടാതെ അവര് അങ്ങനെ താന്തോന്നിയായിട്ട് ജീവിക്കുന്നു എന്ന കാരണം കൊണ്ട് അവർ നോമ്പില്ലാത്തവരുമാണ് എന്നാണ്. വൽ മുഫ്തിറു സ്വാഇമു ഹുവല്ലദീ യഹ്ഫദു ജവാരിഹഹു അനിൽ ആസാമി. ഇസ്മുകളെ തൊട്ട്, അതായത് കുറ്റങ്ങളെ തൊട്ട് അവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കും. എന്നാ വയക്കുലു വയശ്രമു, തിന്നും കുടിക്കുകയൊക്കെ ചെയ്യും. തിന്നും കുടിക്കും ചെയ്യുന്ന നോമ്പിൽ തിന്നും കുടിക്കും എന്നല്ല, നോമ്പില്ലാത്ത ദിവസമാണ്. പക്ഷെ നോമ്പില്ലാത്ത ദിവസം തിന്നും കുടിക്കും ചെയ്യാലോ. തിന്നും കുടിക്കും ചെയ്യുക എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞത് അല്ലാഹു തആല ഹലാലാക്കിയതാണ്.
അല്ലാഹുത്താല ഹലാലാക്കിയതിൽ നിന്ന് നോമ്പ് ഹലാലാക്കിയ ഭക്ഷണപാനീയങ്ങളെ തൊട്ട് നോമ്പ് നമ്മൾ പാലിക്കുകയും അതേ സ്ഥാനത്ത് ഹറാമാക്കിയ സംസാരങ്ങളും നോട്ടം എന്ന് പറയുന്നതിനെ തൊട്ട് നോമ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതെത്രമാത്രം ഗുരുതരമാണ്, ബേജാറുള്ളതാണ്. വസ്വാഹിമുൽ മുഫ്തിറു, നോമ്പുണ്ടെങ്കിലും നോമ്പില്ല എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യജുഉ വയഅ്തശു, അവന് യഅ്തശു, അവന് എന്തുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, അഅ്തശുണ്ട്, അതേപോലെ തന്നെ വിശപ്പുണ്ട്. പക്ഷേ വയുദ്ലിഖു ജവാരിഹു, അവന്റെ അവയവങ്ങളെ അവൻ കയറൂരി വിട്ടേക്കുകയാണ്. അതുകൊണ്ട് വമൻ ഫഹമ മാനസോമി, ഇതാണ് യഥാർത്ഥത്തിൽ ഫഹിമ മാനസോമി, യഥാർത്ഥത്തിൽ നോമ്പിന്റെ ആന്തരികമായ ആശയം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള്, വസിറഹു, അതിന്റെ ആന്തരിക സൗന്ദര്യത്തെയൊക്കെ ഉൾക്കൊണ്ട ഒരാള്, അലിമാവിന് ബോധ്യപ്പെടും, അന്ന മിസ്ലമൻ കഫാനിൽ അക്രി വൽ ജിമാഇ വഅഫ്തറ ബി മുഖാലതത്തിൽ ആസാമി കമൻ മസഹ അലാ ഉദ്വിൻ മിൻ അളാഇഹി ഫിൽ വുളൂഇ 3 മർറാത്ത്. എന്താ പറഞ്ഞത്? അതായത് ഈ ആന്തരിക സൗന്ദര്യം ഉൾക്കൊണ്ട ഒരാൾക്ക് ബോധ്യപ്പെടും, തീറ്റ, കുടി, ജിമാഴ് തുടങ്ങിയ സംഗതിയൊക്കെ ബാഹ്യമായിട്ട് നോമ്പിനെ മുറിക്കുന്നതാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അതോടൊപ്പം ഇസ്മുകളുമായി, കുറ്റങ്ങളും ഹറാമുകളുമായിട്ട് അത് ബാഹ്യമായ നോമ്പിനെ മുറിക്കുന്നതല്ല എന്ന പ്രത്യേകമായ നിയമം പാലിച്ചുകൊണ്ട് ഗീബത്ത്, നമീമത്ത്, ശഹ്വത്തുകള്, കളവ്, അതേമാതിരി ഹറാമായ നോട്ടങ്ങള്, കളവ് പറയല് തുടങ്ങിയ സംഗതികളുമായിട്ട് നോമ്പുള്ള സമയത്ത് ചെയ്യുകയും ചെയ്യുന്ന ആള് കമം മസഹ അലാ ഉദ്വിൻ മിൻ അളാഇഹി, ഒരു അവയവം, ഉളൂഹിലെ ഒരവയവം, അത് 3 മർറാത്ത് എന്നോട് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരവയവം, പൂർണ്ണമായിട്ട് ഒരവയവം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാവശ്യം തടവിയാൽ മതി. അങ്ങനത്തെ ഒന്ന് ഒരു പ്രാവശ്യം തടവിയാൽ മതി എന്ന് പറഞ്ഞാൽ നിർബന്ധം വീടാൻ ഒരു പ്രാവശ്യം, ഉദാഹരണത്തിന് തല തടവ, ചെവി തടവ എന്നൊക്കെ പറഞ്ഞാല് അത് ഉദു സഹിയാൻ ഒരു വട്ടം ചെയ്താൽ മതി. പക്ഷെ അത് 3 വട്ടം അത് പൂർണ്ണമായി തന്നെ ചെയ്തു. പക്ഷെ കാല് കഴുകാതെന്നു അല്ലെങ്കിൽ മുഖം കഴുകാതെന്നു. അതുകൊണ്ട് എന്താ കാര്യം? ഇതേമാതിരിയാണ് ഉദു ഉണ്ടാക്കി പറഞ്ഞാൽ കാലും കഴുകണം, അതോടൊപ്പം തന്നെ മുഖവും കഴുകണം, അതേപോലെ ചെവിയും തലയൊക്കെ തടവണം, മറ്റ് അവയവങ്ങള് കഴുകണം, തടവണം എന്നാണ്. ഇത് പൂർത്തിയായിട്ട് ചെയ്യാതെ ഒരു ഭാഗം പൂർത്തിയാക്കി മറ്റേ ഭാഗം വിട്ടു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫഖദ് വാഫഖ ഫില്ലാഹിൽ അദദ, അവൻ പ്രത്യക്ഷത്തിൽ അതതൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ അന്നഹു തറക്കൽ മുഹിമ്മ, അതിനേക്കാൾ മുഹിമ്മായതിനെ, മുഖ്യമായതിനെ അവൻ ഒഴിവാക്കി, കഴുകേണ്ടതിനെ കഴുകാതെ പോയി. ഇതേപോലെ സുബഹി മുതൽ മഗ്‌രിബ് വരെ അന്നവും വെള്ളവും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അവൻ ഉപയോഗിച്ചിട്ടില്ല, ജിമാ ഉണ്ടായിട്ടില്ല, മറ്റ് അത്തരം സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഗീബത്തും നമീമത്തും അവൻ നന്നായി നടത്തി, നുണ പറഞ്ഞു, അതേപോലെ ഹറാമായ നോട്ടം ഉണ്ടായി. വഹുൽ റസൂൽ അല, മുഹിമ്മായത് പാലിക്കാതെ പോയി എന്ന് എന്നിട്ട് പറയാം. അപ്പോ മുഹിമ്മായത്, മുഖ്യമായത് ഒഴിവാക്കിയിട്ട് പിന്നെ തലയും ചെവിയും തടയുകൊണ്ട് മാറ്റിയല്ലോ. വസലാത്തുഹു മർദൂദത്തുൻ അലൈഹി ബിജഹലി വമിസ്ലു മൻ അഫ്തറ ബിൽ അക്ലി വസാമ ബിജവാരിഹി, തീറ്റയുടെ കാര്യത്തിൽ ഒരാള് നോമ്പ് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തിന്നിട്ടില്ല, നോമ്പല്ലാത്ത കാലത്താണ് വിവരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹലാലാക്കിയ സമയത്ത് അവൻ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. പക്ഷേ വസാമ ബിജവാരിഹി, അപ്പോഴും അല്ലാഹു തആല അനുവദിക്കാത്ത സംഗതികളെ തൊട്ട് അവന്റെ അവയവങ്ങൾക്ക് അവൻ ലോക്കിട്ടു. അതായത് മക്കാരിഹി, ശറഅ് വെറുത്തിട്ടുള്ളതും ശറഅ് തടഞ്ഞിട്ടുള്ളതുമായതിനെ തൊട്ട് ലോക്കിട്ടാൽ കമൻ ഗസല അഅളാഹു മർറത്തൻ ഫസലാത്തുഹു മുതഖബ്ബലത്തുൻ ഇൻഷാ അല്ലാഹ് ലിഇഹ്കാമിഹി അൽ-അസ്ല വഇൻ തറക്കൽ ഫദ്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ വുളൂഇൽ നിർബന്ധമായും പാലിക്കേണ്ട ഭാഗങ്ങളൊക്കെ പാലിച്ച് ചെയ്ത ആള് അവന്റെ നോമ്പ്, അവന്റെ നിസ്കാരം സ്വഹീഹാണ് എന്നതുപോലെയാണ്. വമിസ്ലു മൻ ജമഅ ബൈനഹുമ, ഞാൻ അതുകൂടി മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, രണ്ടും കൂടി പാലിച്ചു. വമിസ്ലു മൻ ജമഅ ബൈനഹുമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തടവേണ്ടത് പൂർണ്ണമായും തടവി, കഴുകേണ്ടത് പൂർണ്ണമായും കഴുകി, അങ്ങനെ നിസ്കരിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ വമിസ്ലു ബൈനഹുമ കമൻ ഗസല കുല്ല ഉദ്വിൻ 3 മർറാത്തിൻ, എല്ലാ അവയവങ്ങളും 3 വട്ടം കഴുകിയിട്ട് ജമഅ ബൈനൽ അസ്ലി വൽ ഫദ്ലി വഹുവൽ കമാലു, അത് വുളൂഇന്റെ പൂർണ്ണതയാണ്. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സ്വൗമ അമാനത്തുൻ ഫൽയഹ്ഫദ് അഹദുക്കും അമാനത, നോമ്പ് നിങ്ങൾക്കൊരു അമാനത്താണ്. നിങ്ങൾ എന്തിനെല്ലാം സുരക്ഷിതത്വം കൊടുക്കണം, ഏതെല്ലാം സംഗതികളെ നിയന്ത്രിക്കണം, അതിന് അല്ലാഹു തആല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നൊരു അമാനത്താണ് നോമ്പ്. അത് നിങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചാൽ
ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വലഅ യദഹു അലാ സംഇ, അതായത് തന്റെ കയ്യിനെ കാതുകളുടെ മേലിലും കണ്ണുകളുടെ മേലിലും ഒക്കെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വലഅ യദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ്. ഇന്ന സൗമ അമാനത്തുൻ ഫല്യഹ്ഫദ് അഹദുക്കും അമാനതഹു, ഇന്ന സൗമ അമാനത്തുൻ ഫല്യഹ്ഫദ് അഹദുക്കും, ഇന്ന സൗമ അമാനത്തുൻ ഫല്യഹ്ഫദ് അഹദുക്കും അമാനതഹു എന്ന് പറഞ്ഞിട്ട് ഈ അമാനത്ത് എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ പാലിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആയത്ത് ഓതിയിട്ട് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് വലഅ യദഹു, അവിടുത്തെ ശർത്താക്കപ്പെട്ട കൈവച്ചു അലാ സംഇഹി വ ബസരിഹി, കാതുകളുടെ മേലും കണ്ണിന്റെ മേലും ഒക്കെ വെച്ചിട്ട് ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അംറു അമാന വൽ ബസറു അമാന വലൗലാ അന്നഹു മിൻ അമാനാത്തി സൗമി, ഇതൊന്നും നോമ്പിന്റെ അമാനാത്തിൽ പെട്ടതല്ലെങ്കിൽ ലമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയഖുൽ ഇന്നി സ്വായിമുൻ ഐ ഇന്നി ഔദഅതു ലിസാനി ലിഅഹ്ഫളഹു ഫകൈഫ ഉത്രിഖുഹു ബിജവാബിക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ തിരിച്ച്, ആക്ഷേപിച്ചാൽ തിരിച്ച് പറയണ്ട. ആക്ഷേപിച്ച ആളോട് തിരിച്ചു പറയാൻ നമുക്ക് ന്യായമുണ്ട്, ആ ഒരു അളവിൽ തിരിച്ചു പറയാൻ ന്യായമൊക്കെ ഉണ്ട്, ശരിയാണ്. ഹറാം പറയാനൊന്നും പറ്റില്ല, പക്ഷെ അതിന് കറക്റ്റ് മറുപടി പറയാന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അവന് മറുപടി പോലും പറയണ്ട, കാരണം യഥാർത്ഥത്തിൽ നിന്റെ നാവിന് ലോക്കിടണം. ഇന്നി ഔദഅതു ലിസാനി ലിഅഹ്ഫള ഫകൈഫ ഉത്രിഖുഹു ബിജവാബിക്, ഞാൻ എന്റെ നാവിന് യഥാർത്ഥത്തിൽ അതിന് ഞാൻ ലോക്കിടും എന്ന് ഞാൻ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് അതെന്റെ അമാനത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ ഈ നാവ് കൊണ്ട് നിനക്ക് ജവാബ് പറയുന്നില്ല. ഫഇദൻ കല്ലഹറ ലികുല്ലി ഇബാദത്തിൻ ളാഹിറൻ വ ബാത്തിനൻ വഖിശ്റൻ വലുബ്ബൻ, ഏത് ഇബാദത്തിനും ളാഹിറുണ്ട്, ബാത്തിനുണ്ട്, തൊലിണ്ട്, കാമ്പുണ്ട്. വലിഖുശൂരിഹാ ദറജാത്തുൻ, അതേപോലെ തന്നെ അതിന്റെ തൊലി ആകുമ്പോൾ അതിന് വേറെ വ്യത്യസ്ത ദറജകളുണ്ട്. വലികുല്ലി ദറജത്തിൻ തബാഖാത്തുൻ, അതിന് വ്യത്യസ്ത തട്ടുകളുണ്ട്. ഫഇലൈക്കൽ ഖിയറ അൽആൻ ഫി അൻ തുഖന്നിഅ ബിൽ ഖിശ്രി അനിൽ ലുബാബ്, നോക്കൂ, തൊലി മതി, കാമ്പ് വേണ്ട എന്നാണോ നീ തെരഞ്ഞെടുക്കേണ്ടത്? ഔ തതഹയ്യസ ഇലാ ദിമാരി അർബാബിൽ അൽബാബ്, അങ്ങനെ അതുവഴി നീ താഴുകയാണോ? ഔ തതഹയ്യസ ഇലാ ദിമാരി അർബാബിൽ അൽബാബ്, അതോ ബുദ്ധിയുള്ളവരുടെ ആത്മജ്ഞാനികളുടെ ദർജയിലേക്ക് എത്തുകയാണോ വേണ്ടത് എന്ന്, പിന്നെ അവരുടെ കൂട്ടത്തിലേക്ക് നീ പോകുകയാണോ വേണ്ടത് എന്ന് നീ ഇപ്പോൾ ആലോചിച്ചോ. കാരണം നോമ്പിന്റെ സിറ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല അകക്കാമ്പ് ഉൾക്കൊണ്ട് അകക്കാമ്പുള്ള ആളുകളുടെ ഉപദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റു അമലുകളൊക്കെ അതിന് അല്ലാഹു കാരണമാക്കി സ്വീകരിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ